ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒട്ടുമിക്ക ആത്മീക പരാജയങ്ങളുടെ കാരണം ആത്മീക പോരാട്ട സമയങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ ജയിച്ച് മുന്നേറാനാകാത്തതുമാണ്. നമ്മളെല്ലാം പരിമിതികളുള്ള മനുഷ്യരാണ്. എന്നാൽ പരിമിതികളില്ലാത്ത ദൈവം നമ്മൾ പ്രത്യേകാൽ ഗൗരവമാകേണ്ടുന്ന ചില സമയങ്ങളെ നമ്മളോട് സ്വപ്നങ്ങളിലൂടെയോ ആലോചനകളിലൂടെയോ നമ്മുടെ ആന്തരികമായ ഒരു ദൈവിക ശബ്ദത്തിലൂടെയൊക്കെയോ ഒക്കെ നമ്മളോട് ഇടപെടും. പലരും അതിനെ അവഗണിക്കുമ്പോൾ പിന്നീട് ചെന്നെത്തുന്നത് ആത്മീക പരാജയങ്ങളിലേക്കാണ്. എന്നോടുകൂടെ ഒരു നാഴിക പോലും നിങ്ങൾക്ക് ഉണർന്നിരിക്കുവാൻ കഴിയുകയില്ലയോ? ഗത്സമനയിൽ വെച്ച് പത്രോസിനോടും താൻ സ്നേഹിച്ച ശിഷ്യന്മാരോടുമൊക്കെയുള്ള യേശു കർത്താവിൻ്റെ വാക്കുകളാണ് ഈ വാക്കുകളെ നമ്മൾ വെറും വാക്കുകളായി കണക്കാക്കാതെ ആ സമയത്തെ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീക ആക്രമണങ്ങൾ അല്ലെങ്കിൽ പൈശാചികമായ ആക്രമണങ്ങൾ, പ്രതിസന്ധികൾ ശക്തമാകുന്ന ചില സമയങ്ങളുണ്ട്. നമ്മളെല്ലാം എപ്പോഴും പോരാട്ട കളത്തിലാണെങ്കിലും നമ്മൾ അതായത് ഇത്തരത്തിലുള്ള ആത്മീക പോരാട്ടം ശക്തമാകുന്ന സമയമുണ്ട്. ഇത് ശക്തമായിട്ട് വരുന്നത് എല്ലാം തകർത്തെറിയാനും ഒന്നുമില്ലാതാക്കാനും ഇതുവരെ ചെയ്തു കൂട്ടിയതും ഇതുവരെ നമ്മൾ വന്നെത്തിയതുമായ സകലത്തെയും ഇല്ലാതാക്കാനുമാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പലരും ആ സമയങ്ങളെ അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഇന്ന് ഈ ഒരു വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ചിന്തകൾ ചിലരുടെയെങ്കിലും ഹൃദയത്തെ തീർച്ചയായിട്ടും വിശ്വസിപ്പിക്കുകയാണ്, അവരെ ഉണർത്തുകയും നിങ്ങളെ ഒരു പുതിയൊരു ആത്മീക നിലവാരത്തിലേക്ക് എത്തുവാൻ, ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാനുമൊക്കെ നിങ്ങൾക്ക് ബലം നൽകുമെന്ന് വിശ്വസിക്കുന്നു. ചില അനുഭവങ്ങൾ കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനുഭവങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളതല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ചില അനുഭവങ്ങൾ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നതും നമ്മളെ പ്രചോദിപ്പിക്കുന്നതുമാണ്. ആത്മീക പോരാട്ടം ചില സമയങ്ങളിൽ ശക്തമാകാറുണ്ട്. നമ്മൾ പറഞ്ഞ ആ ഒരു വാക്യത്തിൽ നിന്ന് ഒരുപാട് ആഴമായ ആത്മീക ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നൽകി തരുന്നുണ്ട്. ഗത്സമനെ എന്ന് പറയുന്നത് വെറും ഒരു സ്ഥലമല്ല. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ദൈവവചന ധ്യാനത്തിലും പഠനത്തിലും പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗത്സമനെ എന്ന് പറയുന്നത്. ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ടുന്ന ഒരുപാട് ആളുകൾ ഒരു പരിധിക്കപ്പുറം ഉപയോഗിക്കപ്പെടുവാൻ കഴിയാതെ, അവർക്ക് ധാരാളം കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്, എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് തന്നെ അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ചിലരൊക്കെ നിരന്തരമായി പാപങ്ങളിൽ വീണ് കിടക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലെ ചില മെസ്സേജുകളിലെല്ലാം തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ തന്നതുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗത്സമന സാധാരണമായ ഒരു ഇടമല്ല. പത്രോസിനോടും കൂടെയുള്ളവരോടുമൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവർക്കൊന്നും അതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. അതായത്, ശീമോനെ, നിങ്ങളെ, ഒരാളെ മാത്രമല്ല, നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ സാത്താൻ അവസരം ചോദിച്ചു. ഞാനോ വിട്ടുകൊടുത്തില്ല. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ അപേക്ഷിച്ചു. ഒരു സമയത്തിന് ശേഷം തിരിഞ്ഞു വന്ന് സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ? നമ്മൾ ഗത്സമനെ എന്ന് പറയുന്നത് കാൽവറി ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചൊരു സ്ഥലം, വീണ് കിടന്ന് കരഞ്ഞ് പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സ്ഥലമായിട്ട് മാത്രമാണ് നമ്മൾ ഗത്സമനെ കാണുന്നത്. പക്ഷേ നമ്മൾ ദൈവവചനത്തിലൂടെ യാത്ര ചെയ്ത് യഥാർത്ഥമായ ഒരു ആത്മീക വെളിപ്പാടിൽ നമ്മൾ അവിടേക്ക് എത്തിയാൽ ഗത്സമന എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, ഞാൻ വിശ്വസിക്കുന്നത് സകല പൈശാചിക ശക്തികളും പൈശാചിക ലോകം മുഴുവനും നാളിതുവരെ കർത്താവ് ചെയ്തു തീർത്ത സകലത്തെയും ഇല്ലാതെയാക്കുവാൻ, ശിഷ്യന്മാരെ ചതറിക്കാൻ, അവരൊന്നും ഇനി ഒരിക്കലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല, പാതാളത്തിൻ്റെ ഗോപുരങ്ങൾ ദൈവസഭയുടെ വളർച്ചയെ ഇല്ലാതാക്കാൻ കിണഞ്ഞ് പോരാടി പരിശ്രമിച്ച ഒരു സ്ഥലമാണ് ഗത്സമനയും
ഗത്സമന് പിന്നിലുള്ള ആ ചില സമയങ്ങൾ. ആ സമയത്തെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടാണ് പ്രാർത്ഥിക്കാനായി ഗത്സമനയിലേക്ക് യേശു പോകുന്നത്. എന്നോടൊപ്പം നിങ്ങൾ വരും എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വെറുതെ ഒരു 2 പേരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് എന്നോട് കൂടെ നിങ്ങളൊക്കെ ഒന്ന് ഇരുന്നു, ഒരു ബലത്തിനൊരാളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞതുപോലെ വെറും ബലത്തിനല്ല. ഈ ആത്മീക പോരാട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ഏറ്റവും ഒന്നാമത്തെ വഴി ദൈവഹിതം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിലാണ്. നമ്മൾ ആ ഭാഗം മുഴുവനും നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ 3 പ്രാവശ്യം ഒരേ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇത് പ്രാർത്ഥിക്കുമ്പോഴും 1-ലധികം പ്രാവശ്യം പത്രോസിനോടും കൂടെയുള്ളവരോടും, ആ ഇന്നർ സർക്കിളിലുള്ള 3 പേരാണ്, നമുക്കറിയാം 12 പേരിൽ 3 പേരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവരോട് ഒരു നാഴിക പോലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്നൊരു ചോദ്യമാണ്. ഇന്ന് വില കൊടുക്കാതെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാമെന്ന് വെച്ച് ആളുകൾ ഓടി നടക്കുകയാണ്. നല്ല പങ്കാളികളും അനുഗ്രഹത്തിൻ്റെ ടിപ്പുകൾ, അതായത് കഷ്ടപ്പെടാൻ തയ്യാറല്ല. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഉറങ്ങുന്നു. വെറും പ്രാർത്ഥന മാത്രമല്ല കേട്ടോ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമുക്കൊരു കഠിനാധ്വാനം ആവശ്യമാണ്. ആ സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കുമ്പം കൂടെ ഇരുന്നവർ ഉറങ്ങുകയാണ്. ഇന്നും പലരും ഉറക്കത്തിലാണ്. ആത്മീക കൂട്ടായ്മകൾ പോലും ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെടാതെ അവർക്ക് റിസൾട്ട് കിട്ടാൻ, വില കൊടുക്കാതെ അനുഗ്രഹം പ്രാപിക്കാൻ, വിടുതലുകൾ നേടിയെടുക്കാൻ, അതിനുള്ള കുറുക്കുവഴികൾ അന്വേഷിച്ച് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, ഒരു കുറുക്കുവഴിയുമില്ല. ഉണർന്നിരുന്ന് എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ ഉണരേണ്ട സമയങ്ങളായി പ്രിയമുള്ളവരെ. എപ്പോഴാണ് നമ്മൾ ഉണരേണ്ടുന്നത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാൻ ഈ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മളെല്ലാം പരിമിതികളുള്ള മനുഷ്യരാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നുപോലും നമുക്കാർക്കും അറിയില്ല. നമ്മൾ ബലഹീനതയും പരിമിതികളും ഒക്കെയുള്ള മനുഷ്യരാണ്. അങ്ങനെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പക്ഷേ ത്രികാലജ്ഞാനിയായ ദൈവം, ആദ്യവും അന്ത്യനുമായ ദൈവം, ഒരു കാര്യത്തിൻ്റെ അവസാനം അതിൻ്റെ ആരംഭത്തിൽ കാണുന്ന സകലത്തെയും നന്നായി അറിയാവുന്ന ദൈവം ചില സമയങ്ങളിൽ നമ്മളോട് അലേർട്ടാകാൻ പറയും. എങ്ങനെയാണ് അലേർട്ടാകുന്നത്? അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ എങ്ങനെ അലേർട്ടാകുന്നത്, എങ്ങനെ ഈ സമയം തിരിച്ചറിയുന്നത്? അനുഭവങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പോകാം. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. പരിശുദ്ധാത്മാവ് ചില സമയങ്ങളിൽ രാത്രി ദർശനങ്ങളിലൂടെ നമ്മളോട് ഇടപെടും. നമ്മളെ സ്നേഹിക്കുന്ന ദൈവദാസന്മാരിലൂടെ നമ്മളോട് ഇടപെടും. ചിലപ്പോൾ ഒരിക്കലും നമ്മളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആളുകളെ അതിഥികളായി നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞുവിടും. എന്നിട്ട് അവരിലൂടെ നമ്മൾ ഗൗരവമാകേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് ബോധം വരുത്തും. ഇല്ലെങ്കിൽ വചനത്തിലൂടെ ദൈവം ഇടപെടും. ഇല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങൾ എപ്പോഴും ഉറങ്ങുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണർത്തി എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ വഴികൾ പൂർണ്ണതയുള്ള വഴികളാണ്. അത് ഇന്നതായിരിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല. സൗഖ്യങ്ങൾ പോലും, അവിടുന്ന് ചെയ്ത സൗഖ്യങ്ങൾ പോലും സുവിശേഷ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ചേർതേച്ച് സൗഖ്യമായി, കൽപ്പിച്ച് സൗഖ്യമാക്കുന്നു, വാക്കുകൊണ്ടൊക്കെ സൗഖ്യമാക്കുന്നു, തൊട്ട് സൗഖ്യമാക്കുന്നു. സൗഖ്യത്തിൻ്റെ മെത്തേഡുകൾ പോലും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള മെത്തേഡുകളിൽ കർത്താവ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലായിടത്തും ഈ ചേറുവാരി കണ്ണി തേച്ച് പൂശി ആയിരുന്നെങ്കിൽ ഇന്ന് ഒരു കണ്ടത്തിലും ചേറ് കാണത്തില്ല. എല്ലാ ആളുകളും ഈ ചേറുകളെടുത്ത് കണ്ണ് തേക്കുന്നതിൻ്റെ ശൈലിയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്തു മാർഗങ്ങൾ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, നാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ്. തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ നിലവാരത്തിൽ നമ്മളോട് ഇടപെടാനായിട്ട് തുടങ്ങും. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു തുറന്ന മനസ്സോടെ, മുൻവിധിയോടെ, ദൈവാശ്രയത്തോടെ നമ്മളായിരിക്കുക.
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പിതാവിന് വയ്യാതായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാനത് വീണ്ടും പറയുകയല്ല, ഒരനുഭവം നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. നമ്മൾ അലേർട്ടാകേണ്ടുന്ന സമയങ്ങൾ, ആ വിവാഹത്തിൻ്റെ ആ ദിവസങ്ങൾ അടുത്ത് വന്നപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ആ ഒരു സമയത്തിലേക്ക് എത്തിയത്. ഒത്തിരി തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ദൈവം ഓർത്ത്, എൻ്റെ മാതാപിതാക്കളൊക്കെ ശാരീരികമായി ക്ഷീണിതരാണ്. ആ ദിവസങ്ങളിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ടവർ, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പം എൻ്റെ പിതാവിനെ കണ്ടിട്ടില്ല. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനെ, പപ്പായ്ക്ക് പെട്ടെന്നൊരു ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി, നടക്കാൻ പോകുന്ന വിവാഹം നീട്ടിവെക്കുന്നത് ദൈവാത്മാവ് കാണിക്കുന്നു, പ്രാർത്ഥിച്ചോണോ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ, ഞാനൊരു ഭയങ്കരമായ ആഴത്തിലേക്കും ഒരു കുഴിയിലേക്ക് പോകുന്നതായിട്ട്, ഒരു 100-300 അടി താഴ്ചയുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നതായിട്ട്, ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച ദൈവം കാണിച്ചു. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഗൗരവമാകേണ്ടുന്ന സമയമാണ്. എൻ്റെ പപ്പ 1.5 വയസ്സിൽ പോളിയോ വന്ന് കാല് തളർന്നു പോയ ഒരാളാണ്. പക്ഷെ മറ്റൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. അതായത് കോംപ്ലിക്കേറ്റഡായ വിഷയങ്ങളൊന്നുമില്ല. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണ്. പക്ഷെ ഇരിക്കുന്ന ഇരിപ്പിലാണ് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് വീഴുന്നു. ആശുപത്രികളിൽ പലത് കൊണ്ടുപോകുന്നു, MRI ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു, EEG എടുക്കുന്നു, എല്ലാം നോർമൽ, ഒരു കുഴപ്പമില്ല. ഏറ്റവും പല ആൾക്കാരും ആ സമയത്ത് കല്യാണ സമയമാണ്, വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞ് ഏറ്റവും നല്ല ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റൽ, അവിടെ തന്നെ കൊണ്ടുപോയി ന്യൂറോയെ കാണിച്ചിട്ട് അവർക്ക് പോലും ഇതെല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം അത് ശരിക്കും ആ ഒരു ദൈവിക വിടുതലുകൾ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടുന്ന ആ ഒരു വിവാഹ സമയത്ത് ഒരു തടസ്സമായിട്ട് വന്നതാണ്. അപ്പം അത് ദൈവം അത് നന്നായി മനസ്സിലാക്കി, ദൈവം അത് അറിഞ്ഞതുകൊണ്ട് മുന്നമേൽ നമുക്ക് സ്വപ്നങ്ങളിലൂടെയും ആലോചനകളിലൂടെയും അറിയിച്ചു. പക്ഷെ ദൈവം ഇതറിയിക്കുമ്പം നമ്മൾ സീരിയസ് ആകേണ്ടുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും അറിഞ്ഞവരോടൊക്കെ പറഞ്ഞു. അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഒത്തിരി പേര് എന്നോട് മെസ്സേജ് അയച്ചു. ഞാൻ ഈ നമ്മുടെ ചാനലിലെ ഒരു തിരുവചന സന്ദേശത്തിൽ ഞാൻ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനെ ഒരു അസ്വസ്ഥത പപ്പായ്ക്ക് വന്നിട്ടില്ല. ആശുപത്രിക്കാർക്ക് പോലും അറിയത്തില്ല ഇത് എന്നതാ സംഭവം എന്ന്. ഒന്നുകിൽ MRI, സ്ട്രോക്ക് ആണെങ്കിൽ MRI കാണണം, EEG കാണണം, ബ്ലഡ് ടെസ്റ്റുകളിൽ കാണണം, ഒന്നിലുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പൈശാചിക രോഗബന്ധനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും എൻ്റെ പിതാവ് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം പൈശാചികമായ ശക്തികൾ പപ്പായെ അടിച്ചു വന്നൊന്നും ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായൊരു ഉത്തരം പറയാനായിട്ട് പറ്റത്തില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ചില സാഹചര്യങ്ങളിൽ നമ്മൾ മുൻപോട്ട് പോകാതെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നേരിടും പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ സമയത്ത് നമ്മൾ എത്രത്തോളം ജാഗരൂകരാകണം എന്നുള്ളതാണ് ഒരു നാഴിക പോലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്നുള്ള ആ കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് നൽകിത്തരുന്ന ചിന്ത. ഞാൻ ആ വാക്യത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിലേക്കും നിങ്ങളുടെ ദൈവവചന ധ്യാനത്തിലേക്കും ഈ വാക്യങ്ങളെ നിങ്ങളൊന്ന് കൊണ്ടുവരിക. ഗത്സമനെ എന്ന് പറയുന്നത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ, കാരണം ഞാനത് പറയാനായിട്ട് പോയാൽ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകും. അടുത്ത ദിവസങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ചിന്തിക്കാം. ശരിക്കും പത്രോസും കൂടെയുള്ളവരും ആ സിറ്റുവേഷൻ്റെ സീരിയസ്നെസ് അവർക്കറിയത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. നമ്മൾ സീരിയസ് അല്ല എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഉറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു യുവജന ക്യാമ്പ്, ഒരു പ്രോഗ്രാമിൽ ഞാൻ ദൈവജനം ശുശ്രൂഷിച്ചപ്പോൾ തന്നെ ഞാൻ ആ സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ഞാൻ 10, 16, 17 വർഷമായിട്ട് ഈ ടാലൻറ്റ് ടെസ്റ്റുകളുടെയൊക്കെ ഒരു വിധികർത്താവായി പോകുന്ന ഒരാളാണ്. നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളുടെയൊക്കെ എഴുത്ത് നമ്മൾ നോക്കുമ്പോൾ, അവരുടെ ഭാഷ നമ്മൾ നോക്കുമ്പം കുറച്ച് പേര് ഓക്കെ വ്യത്യാസമുള്ളവരാണെങ്കിലും നല്ല പങ്കും അധ്വാനമില്ല, മൊബൈൽ ഫോണിന് അഡിക്റ്റാണ്, കഷ്ടപ്പെടാൻ തയ്യാറല്ല, പ്രാർത്ഥിക്കാൻ തയ്യാറല്ല,
ഉപവസിക്കാൻ തയ്യാറല്ല, ദൈവസന്നിധി ഇരിക്കാൻ തയ്യാറല്ല. വെറുതെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള മിഥ്യാധാരണയിൽ അവർ പോവുകയാണ്. ഞാൻ ഈ ഒരു മെസ്സേജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കഠിനാധ്വാനികളാക്കുക, അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക. ദൈവം വെറുതെ ഇരിക്കുന്നവനെ വെറുതെ ഒരിക്കലും ദൈവം അവരെ അങ്ങനെയുള്ളവരെ ചുമ്മാതിരിക്കുന്നവരെ അല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്യുക. ഒരു നിമിഷമെങ്കിലും എന്നോടിപ്പം ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം, അലസത നമുക്ക് കാണാൻ പറ്റും. ആത്മാവൊരുക്കമുള്ളതാണ്, ജഡമോ ബലഹീനമാണ്. നോക്കിക്കേ, പ്രാർത്ഥിക്കാതെ എങ്ങനെ നമുക്ക് മുന്നേറാൻ പറ്റും? ഞാൻ ആ ഗത്സമനയിൽ രണ്ട് കൂട്ടത്തിലുള്ള ആളുകളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ ആ മാനുഷിക ശരീരത്തിലും ആ മനുഷ്യപ്രകൃതിയിലും ജഡപ്രകൃതിയിലും ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വവും ദൗത്യവും ശിരസിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആ ഗബദയിലും ഗോൽഗോത്തയിലും എല്ലാം പോയി കോടതികൾ മാറി മാറി വിസ്തരിക്കുമ്പോൾ, കൂടെ നിൽക്കാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ, ലവലേശം പിതാവേൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് മാറിപ്പോകാതെ ലക്ഷ്യമൊന്നു മാത്രമായിരുന്നു, ഒരേ ഒരു ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം എന്താ? ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കണം. എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചത് അത് മാത്രം നിറവേറണം. ഞാൻ ആ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. പൈശാചിക ശക്തികളും ഇല്ലാതാക്കാൻ 3.5 കൊല്ലം കൊണ്ട് ചെയ്തതും കൂട്ടിയതും, ശിഷ്യന്മാരെ ചതറിക്കുക, ഈ ദൈവപ്രവൃത്തികളെ ഇല്ലാതാക്കാനായി കിണഞ്ഞ് പരിശ്രമിച്ചപ്പോഴും ശാന്തനായി പ്രാർത്ഥനയോടെ പിതാവേൽപ്പിച്ച ദൗത്യത്തെ നിവർത്തിച്ചുകൊണ്ട് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞു ആ ക്രൂശിൻ്റെ മേൽ തൻ്റെ തലയെല്ലാം ചായ്ച്ച് നിവർത്തിച്ചൊരു യേശു, ജയാളിയായ കർത്താവിനെ നമുക്കവിടെ കാണാൻ പറ്റും. പക്ഷെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ ഉറക്കം തൂങ്ങി മയങ്ങി 2-3 തവണ പറഞ്ഞിട്ടും അത് കേൾക്കാതെ, ഇതിൻ്റെ ഒന്നും ഗൗരവം സീരിയസ്നെസ് ഇല്ലാതെ അലസനായി അവിടെ ഇരിക്കുന്ന പത്രോസിനും കൂടെയുള്ളവർക്ക് എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം. ചിതറിപ്പോയി, വഴിമാറിപ്പോയി. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും അനുഭവിക്കുവാൻ കഴിയാത്തവരായി പിന്മാറിയെന്ന് മാത്രമല്ല, പ്രാകണ്ടി വന്നു. യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് ശപിച്ചു, പ്രാഗി. പക്ഷെ പിന്നത്തേതിൽ അവരെയൊക്കെ മടക്കി കൊണ്ടുവന്നു എന്നുള്ളത് ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പല സമയത്തും വഴിമാറി സഞ്ചരിച്ചിട്ടും ഇന്നും നമ്മളെയൊക്കെ മടക്കി കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശവും ദൈവത്തിനൊരു വലിയ പദ്ധതിയും നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുണ്ട്. എൻ്റെ മനസ്സിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വ്യക്തി എനിക്ക് അയച്ച ഒരു സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൈവവചന സന്ദേശം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ, എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നിങ്ങളുമായിട്ട് അത് പങ്കുവെക്കാം. ഒരു നിമിഷമെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയില്ലയോ? ഈ വാക്കുകൾ നിസ്സാര വാക്കുകളല്ല, നമ്മൾ ഓരോരുത്തരോടുമുള്ള കർത്താവിൻ്റെ വാക്കുകളാണ്. കൂടെ ഇരിക്കാനായിട്ട് വിളിച്ചവരാണ്, കൂടെ നടക്കാൻ വിളിച്ചവരാണ്. എവിടെയാണ് നമ്മൾ ഓരോരുത്തരും? ഉറങ്ങുകയാണോ? ആത്മീകമായ ഉറക്കം പല കാരണങ്ങളാൽ ഉണ്ടാകുന്നുണ്ട്. ദൈവപദ്ധതിയിൽ നിന്ന് മാറി നടക്കുന്നവർ ഉറങ്ങിയിട്ടുണ്ട്. യോനായോട് നിനവയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞപ്പം തർസീസിലേക്കൊരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് ആ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് ഉറങ്ങി. ദൈവഹിതത്തിൽ നിന്ന് മാറി യാത്ര ചെയ്യുന്ന പലരും അവരെന്തൊക്കെയോ സാഹചര്യങ്ങളിൽ ഉറക്കത്തിലാണ്. കാറ്റടുപ്പിച്ചിട്ടും കപ്പലിനെ ഇളക്കിയിട്ടും ഇതെന്നോടുള്ള ദൈവിക അരുളപ്പാടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കടലിലേക്ക് എറിയപ്പെട്ടവരും തിമിംഗലത്തിൻ്റെ വായിൽ അകപ്പെട്ടതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അവരെ നശിപ്പിക്കാനല്ല, അവരെ മടക്കി വരുത്താൻ ഒന്നു മാറി പ്രശ്നങ്ങൾ, തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുമ്പോഴും എപ്പോൾ തിരിച്ചറിയുന്നുവോ
ഞാൻ യിരെമ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, റെഫറൻസ് ഓർക്കുന്നില്ല. നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ എന്നെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. കാണേണ്ടതുപോലെ കർത്താവിനെ ഒന്ന് കാണാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറുന്ന സമയങ്ങളാണ്. ഏലിയാവിനെ പോലെയുള്ളവർ ഉറങ്ങിയത് മരണഭീതി കൊണ്ടും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കൊണ്ടുമാണ്. ചൂരച്ചെടിയുടെ ചുവട്ടിൽ ചെന്ന് ഉറങ്ങി, മതി യഹോവേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പലതരത്തിൽ ഉറക്കത്തിലേക്ക് പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരിക. ഒരു നിമിഷമെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയില്ല. ഉറക്കങ്ങളെല്ലാം മാറ്റിവെക്കാം, കഠിനാധ്വാനികളായി മാറാം. ദൈവം ഏൽപ്പിച്ച സ്ഥലങ്ങളിൽ വിശ്വസ്തയോടെ ആയിരിക്കാം. പ്രതിഫലം ദൈവമാണ് നമുക്ക് തരുന്നത്. കഠിനാധ്വാനം ചെയ്യുക. പണ്ടൊരാൾ പറഞ്ഞതിൻ്റെ കൂട്ട്, നമ്മുടെ പിള്ളേരെല്ലാം കിടന്നുറങ്ങുമ്പോൾ എഞ്ചിനീയറും ഡോക്ടർമാരും ഒക്കെ ആയവരൊക്കെ അവരൊക്കെ രാത്രിയെ പകലാക്കി ഉണർന്നവരാണ്. ദൈവം നീതിമാനല്ലേ? ഉറങ്ങിക്കിടക്കുന്നവനാണോ? ഉറങ്ങിക്കിടക്കുന്നവനെ എങ്ങനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റും? അതുകൊണ്ട് ദൈവമാക്കിയ സ്ഥാനങ്ങളിൽ അലസതകളും മന്ദതകളും ഒക്കെ മാറ്റി ഏത് സ്ഥലത്താണോ വിശ്വസ്തയോടെ അവിടെ ദൈവത്തിൻ്റെ വേല ചെയ്യുക, ജീവിത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. അത് കുടുംബജീവിതത്തിലാകട്ടെ, ആത്മീയ കൂട്ടായ്മകളിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം തന്ന കഴിവുകളെ ഉപയോഗിക്കുക. ദൈവകൃപയിൽ ആശ്രയിക്കുക. ദൈവകൃപയും കഴിവും ഒരുമിച്ച് സംയോജിക്കപ്പെടുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനിടയായിത്തീരും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളൊക്കെ ഗൗരവമാകേണ്ടുന്ന സാഹചര്യങ്ങളിൽ ഗൗരവമാകുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം. ഈ ഒരു തിരുവചന സന്ദേശം അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിനും മടങ്ങിവരവിനും ഒക്കെ കാരണമാക്കി തീർക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.